ഹരി ഓം. ഖണ്ഡം 2, വൃന്ദാവന ഖണ്ഡം. അധ്യായം 14. ഗരുഡനെ പേടിച്ച് കാളിയൻ കാളിന്ദിയിൽ താമസിക്കുന്നു. ബഹുലാശ്വനും നാരദനും തമ്മിലുള്ള സംഭാഷണം തുടരുന്നു. ബഹുലാശ്വൻ ചോദിച്ചു, കാളിയ നാഗത്തിന് മാത്രം ഗരുഡനിൽ ഭയം തോന്നാൻ കാരണമെന്താണ്? ദയവായി എനിക്ക് പറഞ്ഞു തന്നാലും. ശ്രീ നാരദൻ പറഞ്ഞു, നാഗങ്ങളുടെ വാസസ്ഥലമായ രമണക ദ്വീപിൽ ചെന്ന് ഗരുഡൻ പ്രതിദിനം അവരെ സംഹരിക്കുമായിരുന്നു. ഒരു ദിവസം ഭയം കൊണ്ട് ദുഃഖിതരായിത്തീർന്ന സർപ്പങ്ങൾ അവിടെ വന്നിരുന്ന ഗരുഡനോട് ഇപ്രകാരം അപേക്ഷിച്ചു: താങ്കൾ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ വാഹനമാണല്ലോ. ഇപ്രകാരം ഞങ്ങളെ ഭക്ഷിച്ചു തുടങ്ങിയാൽ ഞങ്ങൾ എങ്ങനെ നിലനിൽക്കും? അതിനാൽ ഓരോ മാസവും ഓരോ ഗൃഹത്തിൽ നിന്നും ഓരോ നാഗത്തെ സ്വീകരിച്ചാലും അതോടൊപ്പം വനസ്പതിയും അമൃത സമാനമായ മധുരാന്നവും അങ്ങേക്ക് സമർപ്പിച്ചു കൊള്ളാം. ദയവായി അങ്ങ് അത് സ്വീകരിച്ചാലും. അപ്പോൾ ഗരുഡൻ പറഞ്ഞു, മറ്റു വസ്തുക്കൾ കൊണ്ട് എങ്ങനെയാണ് ഞാൻ വയറു നിറയ്ക്കുക? അതുകൊണ്ട് നിങ്ങൾ ഓരോ വീട്ടിൽ നിന്നും ഓരോ സർപ്പത്തെ എനിക്ക് ബലിയായി അർപ്പിക്കണം. ഗരുഡൻ ഇങ്ങനെ പറഞ്ഞതനുസരിച്ച് മുഴുവൻ സർപ്പങ്ങളും ഓരോരുത്തരായി ഗരുഡന് ബലി കൊടുക്കാൻ ആരംഭിച്ചു. അങ്ങനെ കാളിയന്റെ ഗൃഹത്തിൽ നിന്നും ബലി കൊടുക്കാനുള്ള ദിവസം വന്നു ചേർന്നു. എന്നാൽ ഗരുഡന് ലഭിക്കേണ്ടിയിരുന്ന മുഴുവൻ ബലിയും കാളിയൻ തന്നെ ഭക്ഷിച്ചു. അപ്പോൾ പ്രചണ്ഡ പരാക്രമിയായ ഗരുഡൻ വളരെയധികം രോഷാകുലനായിക്കൊണ്ട് കാളിയനെ ആക്രമിച്ചു. ഗരുഡന്റെ ആക്രമണം കാളിയന് സഹിക്കാൻ കഴിഞ്ഞില്ല. കാളിയനും തിരിച്ച് ഗരുഡനെ ആക്രമിച്ചു. എന്നാൽ കാളിയന്റെ ഉഗ്രവിഷമൊന്നും ഗരുഡനിൽ ഫലിച്ചില്ല. ഭയവിഹ്വലനായ കാളിയൻ പ്രാണരക്ഷാർത്ഥം 7 ദ്വീപുകളും 7 ഖണ്ഡങ്ങളും 7 സമുദ്രങ്ങളും പിന്നിട്ട് ഓടിയെങ്കിലും പക്ഷിരാജനായ ഗരുഡൻ അവനെ പിന്തുടർന്നു. ശേഷം 13 ലോകങ്ങളിൽ ചെന്ന് കാളിയൻ അഭയം ചോദിച്ചെങ്കിലും ഒരിടത്തു നിന്നും ഗരുഡനിൽ നിന്ന് രക്ഷ നേടാനായില്ല. ഒടുവിൽ കാളിയൻ ശേഷനെ ശരണം പ്രാപിച്ചു. ശേഷൻ കാളിയനെ സമാധാനിപ്പിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ഗരുഡനിൽ നിന്ന് രക്ഷ നേടാൻ ഒരു ഉപായമുണ്ട്. പണ്ട് സൗഭരി എന്നു പേരുള്ള പ്രസിദ്ധനായ ഒരു മഹർഷി ഉണ്ടായിരുന്നു. അദ്ദേഹം കാളിന്ദി നദിയിൽ അനേകം വർഷം തപസ് ചെയ്തു. ആ അവസരത്തിൽ മത്സ്യങ്ങളുടെ ജീവിതം കണ്ടിട്ട് അദ്ദേഹത്തിനും ഗൃഹസ്ഥനാവാൻ ആഗ്രഹമുണ്ടായി. അതിനായി അദ്ദേഹം മാന്ധത രാജാവിന്റെ 100 പുത്രിമാരെ വിവാഹം ചെയ്തു. അദ്ദേഹം കാളിന്ദിയിൽ തപസ് ചെയ്തിരുന്ന അവസരത്തിൽ ഗരുഡൻ അവിടെ ചെന്ന് മത്സ്യങ്ങളെ കൊന്ന് ഭക്ഷിക്കുക പതിവായിരുന്നു. മത്സ്യങ്ങളുടെ ദുഃഖം കണ്ടപ്പോൾ കൃപ തോന്നിയ മഹർഷി കുപിതനായി ഗരുഡനെ ഇപ്രകാരം ശപിച്ചു: ഹേ പക്ഷിരാജ, നീ ഈ നദിയിൽ നിന്നും ബലം പ്രയോഗിച്ച് മത്സ്യത്തെ പിടിക്കുകയാണെങ്കിൽ തൽക്ഷണം നിന്റെ മരണം സംഭവിക്കും. ശേഷൻ തുടർന്നു: അതിനുശേഷം സൗഭരി മഹർഷിയുടെ ശാപത്താൽ ഭയന്ന് ഗരുഡൻ കാളിന്ദിയിലേക്ക് പ്രവേശിച്ചിട്ടില്ല. അതിനാൽ കാളിയ, നീ വേഗം അവിടേക്ക് പോയിക്കൊള്ളൂ. അവിടെ നിർഭയനായി താമസിച്ചു കൊള്ളുക. അനന്തന്റെ ഈ ഉപദേശം സ്വീകരിച്ച ശേഷമാണ് കാളിയൻ കുടുംബസമേതം കാളിന്ദിയിലേക്ക് താമസം മാറ്റിയത്. പിന്നീട് ഭഗവാൻ ശ്രീകൃഷ്ണൻ കാളിയനെ അവിടെ നിന്നും പറഞ്ഞയച്ചു. ഇവിടെ 2ാം ഖണ്ഡത്തിലെ 14-ാം അധ്യായം സമാപിക്കുന്നു. ഹരി ഓം.